ഇന്നൊരു ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങളിന്ന് രാവിലെ തന്നെ ഒന്ന് പുറത്തോട്ട് പോകാൻ ഇറങ്ങി. പൊന്നു ഒരു പുതിയ കുർത്തി സെറ്റ് വിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. ഇന്ന് വീട്ടിലെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പോയത്. അങ്ങനെ ഫോട്ടോ കോപ്പി എടുത്ത് നേരെ പോയത് ബാങ്കിലേക്കാണ്. പൊതുവേ ഞാൻ എൻ്റെ ലൈഫിലെ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും കുറച്ച് ഓടേണ്ടി വരും. അതേപോലെ തന്നെ ഇത്തവണയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് ഓടി. ഈ ഓട്ടത്തിനിടയിൽ ഞങ്ങൾ ഉച്ചത്തെ ഭക്ഷണം കഴിക്കാൻ മറന്നു. അങ്ങനെ ഇപ്പോഴത്തെ ചൂടും കൂടി ആയപ്പോൾ സഹിക്കാൻ കൂടി വയ്യ. അങ്ങനെ ഇപ്പൊ വൈകുന്നേരം 3 മണിയായപ്പോഴേക്കും എന്തെങ്കിലും തണുത്തത് കഴിക്കാന്ന് കരുതി അടുത്തുള്ള ബേക്കറിയിൽ നിന്ന് പൊന്നു ഒരു ചോക്ലേറ്റ് ഷാർജയും ഞാനൊരു തണ്ണിമത്തൻ ജ്യൂസ് ഓർഡർ ചെയ്തു. സംഭവം സത്യം പറയാലോ, തണ്ണിമത്തൻ ജ്യൂസ് ഫ്ലോപ്പ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ. അങ്ങനെ മഴ തോർന്നപ്പോഴേക്കും വിശന്ന് വലത് ഞങ്ങള് ഒരു ഹോട്ടലിലേക്ക് കയറി. ഇനി വേണം എന്തെങ്കിലും ഒന്ന് കനത്തിന് കഴിക്കാൻ. പൊന്നുവിന് ഹോട്ടലിൽ എത്തിയപ്പോഴാണ് ഒന്ന് ആശ്വാസമായത്. ഞങ്ങൾ അങ്ങനെ കഴിക്കാനിരുന്നപ്പോഴേക്കും സമയം ഏതാണ്ട് വൈകിട്ടായി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്തത് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ചിക്കൻ പെരട്ടുമായിരുന്നു. പണ്ട് മുതലേ ഞാൻ പുറത്ത് ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നെങ്കിൽ ആദ്യം തിരക്കുന്നത് പൊറോട്ടയായിരിക്കും. അങ്ങനെ ഫുഡും കഴിച്ച് നേരെ ഞങ്ങൾ ആദ്യം പൊന്നുവിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷ പ്രകടനം കാണിച്ചതാണ് ഈ ഡോറ. അവിടെ പൊന്നുവിന്റെ മാമന്റെ വണ്ടി ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ട് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ഓട്ടിച്ചൊക്കെ നോക്കി. പിന്നെ അവിടെ എടുത്തു പറയേണ്ട കാര്യത്തിലൊന്നാണ് പൊന്നുവിന്റെ അമ്മയുടെ കൃഷി. അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേർന്നിരുന്നാൽ സമയം പോകുന്നത് അറിയത്തേയില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ അങ്കിളിന്റെ ആരോഗ്യാവസ്ഥ ഇപ്പം കുറച്ച് ഭേദമായി. ഞങ്ങളുടെ വീട്ടിൽ കല്യാണിയാണെങ്കിൽ ഇവിടെ പൊന്നുവിന് കൂട്ടായിട്ട് ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഇരുന്ന് സമയം പോയി അറിഞ്ഞില്ല. സന്ധ്യ ആയപ്പോഴേക്കും ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്.